ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ കാണുന്ന കാര്യമായിട്ട് നോക്കുന്ന ആ ഒരു കാര്യം എന്താണ്? റിട്ടേൺസ്. സ്റ്റോക്കുകൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇറക്കുന്ന ക്യാപിറ്റലിന്റെ വർധനവ് മാത്രമാണ് നമ്മൾ എപ്പോഴും നോക്കുക. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സ്കീം പോലെയുള്ള ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം പലിശ നിരക്ക് ആയിരിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ അടുത്ത് ചില പോസ്റ്റ് ഓഫീസ് സ്കീമിന്റെ പലിശ നിരക്ക് കൂട്ടിയത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇവയിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന റിട്ടേൺസ് കിട്ടും. അതെ, ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റേഴ്സിന് നല്ല സന്തോഷം തരുന്ന കാര്യമാണ് ഇത്. എന്തൊക്കെയാണ് ഈ സ്കീമുകൾ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലേ? എന്താണ് ഈ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ എന്നും എത്ര തരം ഓപ്ഷനുകൾ ഇതിനകത്ത് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്താണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ? എന്തുകൊണ്ട് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണം? എന്തൊക്കെ തരം സ്കീമുകൾ ഉണ്ട്? അവയുടെ പലിശ നിരക്ക് എങ്ങനെയാണ്? പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീംസ് എങ്ങനെ തുടങ്ങാം? എന്തൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഓരോ ദിവസവും ഈ ചാനലിലൂടെ പല വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെയും അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. എന്താണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസുകൾ നൽകുന്ന സേവിംഗ് സ്കീമുകളാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീംസ്. സിമ്പിൾ അല്ലേ? വിശ്വസനീയമായിട്ടുള്ള റിസ്ക് ഇല്ലാത്ത കുറേയധികം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ പോസ്റ്റ് ഓഫീസ് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബാങ്കിലോ ഒരു NBFCയിലോ ഒക്കെ പോലെ തന്നെ പോസ്റ്റ് ഓഫീസിലും സേവിംഗ്സ് അക്കൗണ്ട് തുടങ്ങാം. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളും അതുപോലെ പതിവായിട്ടൊരു തുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളും ഇതിലുണ്ട്. പോസ്റ്റ് ഓഫീസ് തരുന്ന മറ്റു പല സ്കീമുകളെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ വഴിയെ പറയാം. ഈ സ്കീമുകളിൽ നിങ്ങളുടെ ക്യാപിറ്റൽ സുരക്ഷിതമാണ് എന്ന ഉറപ്പോടെ ഒരു സ്ഥിര പലിശ നിരക്ക് നിങ്ങൾക്ക് നേടാം എന്നുള്ളതാണ്. സർക്കാർ ഓരോരോ ക്വാർട്ടറിലും അഥവാ 3 മാസത്തിൽ ഒരിക്കൽ ഈ സ്കീമുകളുടെ പലിശ നിരക്ക് പ്രഖ്യാപിക്കും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1854 തുടങ്ങിയ ഇന്ത്യയിലെ പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പോസ്റ്റ് ഓഫീസ് എന്ന് നിങ്ങൾക്കറിയോ? ആദ്യത്തെ കാലത്ത് പോസ്റ്റ് ഓഫീസ് മെയിൽ കൊടുക്കുന്നതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് പോലെ സാമ്പത്തിക സേവനങ്ങളും അവർ കൊടുക്കാൻ തുടങ്ങി. ബാങ്കുകൾ, NBFCകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥിര വരുമാന മാർഗങ്ങൾ എന്നിവയേക്കാൾ എന്ത് മെച്ചമാണ് പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ തരിക? അതൊരു ചോദ്യമാണല്ലോ. നമുക്ക് നോക്കാം. പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമിൽ എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഉത്തരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാരണങ്ങളിലൊന്ന് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പിൻബലമുള്ളതാണ് എന്നത് തന്നെയാണ്. മാത്രമല്ല റിട്ടേൺസ് സ്ഥിരവും ഉറപ്പുമാണ്. രണ്ടാമത്തെ കാരണം പോസ്റ്റ് ഓഫീസ് എല്ലായിടത്തും ഉണ്ട്. വിദൂരങ്ങളായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഓഫീസുകളുണ്ട് എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാർക്കും സേവനങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ. 1,50,000 പോസ്റ്റ് ഓഫീസുകളിലൂടെ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസ് ശൃംഖല ലോകത്തിലെ തന്നെ മോസ്റ്റ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് പോസ്റ്റ് ഓഫീസ് നെറ്റ്വർക്ക് ആണ്. കൂടാതെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വളരെ കുറവാണ് ഇതിൽ. ചില സ്കീമുകൾക്ക് അത് വെറും 100 രൂപയെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താഴ്ന്ന വരുമാനക്കാർക്കും അതിന്റെ പ്രയോജനങ്ങൾ നേടാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് തുറക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. ആളുകളെ ഇത്തരത്തിലുള്ള സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സർക്കാരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 2023 ബജറ്റിൽ ഇന്ത്യൻ സർക്കാർ അതിനുവേണ്ടി ഒരു പദ്ധതി തന്നെ തുടങ്ങിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്നീ 2 ജനപ്രിയ സ്കീമുകൾ ധനമന്ത്രി ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ വനിതാ നിക്ഷേപകർക്ക് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന പുതിയ സ്കീമും തുടങ്ങി. ഈ സ്കീമുകൾ എന്തൊക്കെയാണ്? ഇതുകൂടാതെ വേറെയും സ്കീമുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അപ്പോൾ ഇനി വഴിയെ നോക്കാം. ബേസിക്കലി 11 തരം പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീംസ് ഉണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ട്, നാഷണൽ സേവിംഗ്സ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, നാഷണൽ സേവിംഗ്സ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്, നാഷണൽ സേവിംഗ്സ് മന്ത്ലി ഇൻകം അക്കൗണ്ട്, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പത്ര, PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ സ്കീം, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവ. ഇവയിൽ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആൻഡ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്നിവയെക്കുറിച്ച് വിശദമായിട്ടും മറ്റുള്ളവയെക്കുറിച്ച് ഷോർട്ട് ആക്കിയും നമുക്ക് പറയാം. ആദ്യം നമുക്ക് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എടുക്കാം. നമ്മൾ ഒറ്റ തവണയായിട്ട് ഇടുന്ന ഒരു തുകയ്ക്ക് എല്ലാ മാസവും സ്ഥിരമായിട്ട് പലിശ നേടിത്തരുന്ന സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. വലിയ റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. കാരണം ഇതിൽ റിട്ടേൺസ് ഉറപ്പാണ്.
നിലവിൽ ഏപ്രിൽ ജൂൺ ക്വാർട്ടറിലേക്ക് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ പലിശ നിരക്ക് 7.4% പെർ ആനം ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 7.1% പെർ ആനം ആയിരുന്നു. അതായത് 30 ബേസിസ് പോയിന്റുകൾ കൂടി ഇപ്പോൾ. ഈ സ്കീമിന്റെ ചില ഫീച്ചേഴ്സ് ഇനി നമുക്ക് നോക്കാം. നമ്പർ 1, ഇത് ഒരാളായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന 3 പേർക്ക് ഒരുമിച്ചോ, ഒരു മൈനറിനോ മാനസിക വളർച്ചയില്ലാത്ത ഒരാൾക്കോ വേണ്ടി രക്ഷിതാവിനോ അല്ലെങ്കിൽ 10 വയസ്സിന് മുകളിലുള്ള മൈനറിനോ തുടങ്ങാം എന്നുള്ളതാണ്. അക്കൗണ്ട് തുടങ്ങാൻ കുറഞ്ഞത് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. പരമാവധി സിംഗിൾ അക്കൗണ്ടിന് 9 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ടിന് 15 ലക്ഷം രൂപയും വരെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ സ്കീമിൽ ചില മാറ്റങ്ങൾ ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ മുൻപ് പറഞ്ഞില്ലേ. മുൻപ് സിംഗിൾ അക്കൗണ്ട് ഉടമയ്ക്ക് അക്കൗണ്ടിൽ പരമാവധി 4 ലക്ഷം രൂപ വരെ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് 9 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 9 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ 15 ലക്ഷം രൂപയായിട്ട് പരിധി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടങ്ങിയ തീയതിയിൽ നിന്ന് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെപ്പോസിറ്റിൽ പലിശ കിട്ടി തുടങ്ങും. ഉദാഹരണത്തിന് അക്കൗണ്ട് ഏപ്രിൽ 1, 2023 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയ് 1, 2023 പലിശ കിട്ടി തുടങ്ങും. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻകൂറായിട്ട് അത് പിൻവലിക്കാം. എന്നാൽ ഒരു വർഷം കഴിയുന്നതിന് മുൻപ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കില്ല. 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയ്ക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുതലിൽ നിന്ന് 2% കുറക്കപ്പെടും. 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 1% നമ്മുടെ ക്യാപിറ്റലിൽ നിന്നും കുറക്കും. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അക്കൗണ്ട് ഉടമ മരിച്ചാൽ നോമിനികൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് അവകാശം ഉന്നയിക്കാവുന്നതാണ്. ഡെപ്പോസിറ്റിൽ നിന്ന് നേടുന്ന പലിശയ്ക്ക് ടാക്സ് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ കുറിച്ച് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ 60 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ചേരാവുന്ന പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ട്, SCSS. എന്നാൽ 55 വയസ്സിന് മുകളിലുള്ള റിട്ടയർ ചെയ്ത ജീവനക്കാർക്കും 50 വയസ്സിന് മുകളിലുള്ള റിട്ടയർ ചെയ്ത സേനാ ജീവനക്കാർക്കും ഈ അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഈ സ്കീമിൽ സീനിയർ സിറ്റിസൺസിന് മാർച്ച് 31, ജൂൺ 30, സെപ്റ്റംബർ 30, ഡിസംബർ 31 എന്നിങ്ങനെ എല്ലാ ക്വാർട്ടറിലും അവരുടെ മൊത്തം നിക്ഷേപിച്ച തുകയ്ക്കുള്ള പലിശ കിട്ടും. നിലവിൽ ഏപ്രിൽ ജൂൺ ക്വാർട്ടറിലേക്ക് നൽകുന്ന പലിശ നിരക്ക് 8.2%. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 8% ആയിരുന്നു. അതായത് 20 ബേസിസ് പോയിന്റുകൾ ഇവിടെ കൂടുകയുണ്ടായി. ഇനി ഈ സ്കീമിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഈ സ്കീമിന് വേണ്ട കുറഞ്ഞ ഡെപ്പോസിറ്റ് 1000 രൂപയാണ്. പരമാവധി ഇൻവെസ്റ്റ്മെന്റ് 30 ലക്ഷം രൂപയാണ്. മുൻപ് ഈ പരിധി 15 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ 2023 ബജറ്റിലാണ് പരിധി 30 ലക്ഷം ആക്കിയിട്ട് മാറ്റിയത്. ഈ അക്കൗണ്ട് കാലാവധി തീരുന്നതിന് മുൻപ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അക്കൗണ്ടിന്റെ കാലാവധി 5 വർഷമാണെങ്കിലും 1 വർഷത്തിന് മുൻപ് തന്നെ അത് ക്ലോസ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പലിശയൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്നും 1.5% കുറക്കപ്പെടും. 2 വർഷത്തിനും 5 വർഷത്തിനും ഇടയിലാണ് ഇത് പിൻവലിക്കുന്നതെങ്കിൽ 1% കുറക്കും. കൂടാതെ അക്കൗണ്ട് ഉടമ കാലാവധിക്ക് മുൻപ് മരിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് ഡെപ്പോസിറ്റിലും പലിശയിലും അവകാശം ഉന്നയിക്കാവുന്നതാണ്. മാത്രമല്ല സർക്കാർ സീനിയർ സിറ്റിസൺസിന് ടാക്സ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. ATCയുടെ കീഴിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ കിട്ടിയ പലിശ 50,000 രൂപയിൽ കുറവാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ടാക്സ് ഡിഡക്ഷനും നേടാൻ പറ്റും. ഇനി നമുക്ക് 2023 ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഒരു സ്കീമിനെ കുറിച്ച് പറയാം. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2023 യൂണിയൻ ബജറ്റിൽ ധനമന്ത്രി വനിതകൾക്ക് മാത്രമായിട്ട് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന പ്രത്യേക സ്കീം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് 2 വർഷത്തിന് ലഭ്യമാകുന്ന ഒറ്റത്തവണ ഷോർട്ട് ടേം സേവിംഗ്സ് പ്ലാൻ ആണ്. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ മൈനറായ കുട്ടിയുടെ രക്ഷിതാവിന് ഈ അക്കൗണ്ട് തുടങ്ങാം. കുറഞ്ഞ നിക്ഷേപ തുക 1000 രൂപയാണ്. പരമാവധി 2 ലക്ഷം രൂപ വരെ ആകാം. ഈ സ്കീമിന്റെ പലിശ നിരക്ക് 7.5% പെർ ആനം ആണ്. ഇത് എല്ലാ ക്വാർട്ടറിലും കോമ്പൗണ്ട് ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ കാലാവധി തീരുമ്പോൾ മാത്രമേ കയ്യിൽ കിട്ടുകയുള്ളൂ. കൂടാതെ അക്കൗണ്ട് തുടങ്ങി 1 വർഷത്തിന് ശേഷം തുകയുടെ 40% വരെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്നതുമാണ്. ഇനി ബാക്കി പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ കൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ട് എന്താണെന്ന് അറിയാം. പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ട് നമ്മുടെ സാധാരണ ബാങ്ക് സേവിംഗ്സ് അക്കൗണ്ടുകൾ പോലെ തന്നെയാണ്. നിലവിൽ 4% പെർ ആനം പലിശ നിരക്കാണ് തരുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലും അത് തന്നെ ആയിരുന്നു. അടുത്തത് നാഷണൽ സേവിംഗ്സ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമ്മൾ ബാങ്ക് അല്ലെങ്കിൽ NBFCസിൽ തുടങ്ങുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് പോലെ തന്നെയാണ് നാഷണൽ സേവിംഗ്സ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടും. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നിങ്ങനെ കാലാവധികളിൽ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകൾ ഡെപ്പോസിറ്റ് നൽകുന്നു. ഇവിടെ ഓരോ കാലാവധിക്കും പലിശ നിരക്ക് മാറും. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. അടുത്തത് നാഷണൽ സേവിംഗ്സ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. ഇതും ബാങ്ക് അല്ലെങ്കിൽ NBFC തരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്.
പോസ്റ്റ് ഓഫീസ് 5 വർഷത്തേക്കുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് നൽകുന്നത്. ഈ സ്കീമിലെ നിലവിലെ പലിശ നിരക്ക് 6.2% പെർ ആനം ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 5.8% പെർ ആനം മാത്രമായിരുന്നു. അടുത്തത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF എന്ന് പറഞ്ഞ അക്കൗണ്ട്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഇന്ത്യൻ സർക്കാർ തരുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഇതുകൊണ്ട് ടാക്സ് കിഴിവ് നേടാനും നല്ല പലിശ നിരക്ക് കിട്ടുകയും ചെയ്യും. PPFിലെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 7.1% ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ പോലെ തന്നെ അത് തുടരുകയാണ് ഇപ്പോൾ. അടുത്തത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് പെൺകുട്ടികളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. പെൺകുട്ടികൾക്ക് ഭാവിയിൽ വിദ്യാഭ്യാസത്തിനും കല്യാണ ചെലവിനും വേണ്ടി വരുന്ന പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ സഹായിക്കാനാണ് ഈ സ്കീം. ഏപ്രിൽ ജൂൺ ക്വാർട്ടറിലെ പലിശ നിരക്ക് 8% പെർ ആനം ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് 7.6% ആയിരുന്നു. അടുത്തത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് NSC. ഇൻകം ടാക്സ് ലാഭിച്ചുകൊണ്ട് പ്രധാനമായും ചെറിയ മധ്യ വരുമാനക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സേവിങ്സ് ബോണ്ട് ആണ് ഇത്. നിലവിലെ പലിശ നിരക്ക് 7.7% പെർ ആനം ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 7% പെർ ആനം ആയിരുന്നു. അതായത് 70 ബേസിസ് പോയിന്റുകൾ ഇവിടെ കൂടുകയുണ്ടായി. അടുത്തതാണ് കിസാൻ വികാസ് പത്ര. പേര് സൂചിപ്പിക്കുന്നത് പോലെ കർഷകർക്ക് വേണ്ടി സർക്കാർ പിന്തുണയുള്ള സ്കീമാണിത്. KVP എന്നാണ് ചുരുക്കപ്പേര്. 7.5% വാർഷിക പലിശ നിരക്ക് തരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 7.2% ആയിരുന്നു. അപ്പോൾ വിവിധ സ്കീമുകളും അവയുടെ നിലവിലെ പലിശ നിരക്കും നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ സ്കീമുകളുടെ ഏറ്റവും പുതിയ പലിശ നിരക്കും അവയിലെ മാറ്റങ്ങളും ഒക്കെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആയിട്ട് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീം അക്കൗണ്ട് തുറക്കാം എന്നുള്ളതാണ്. പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് സിമ്പിളായിട്ട് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ തുടങ്ങാം. ആദ്യം ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെ തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. ഓഫ്ലൈൻ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഏറ്റവും അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോവുക, ആവശ്യമായിട്ടുള്ള ഫോം വാങ്ങി ഫിൽ ചെയ്യുക, ചില ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഇതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക തിരഞ്ഞെടുത്ത് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങാം. അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് KYC രജിസ്ട്രേഷൻ ഫോം, ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പാൻ കാർഡോ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ID യോ, ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് പോലെയുള്ള എന്തെങ്കിലും പ്രൂഫ്. ഇനി ഓൺലൈനിലാണ് അക്കൗണ്ട് തുടങ്ങേണ്ടതെങ്കിൽ ഇനി പറയുന്ന പോലെ ചെയ്യാം. ആദ്യം ഏറ്റവും അടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇന്റർനെറ്റ് ബാങ്കിംഗ് അപ്രൂവൽ കിട്ടണം. ഇതിന് 24 മണിക്കൂർ വരെ എടുത്തേക്കാം. പിന്നെ IPPB ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞ ആപ്പിലോ പോസ്റ്റ് ഓഫീസിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലിലോ പോവുക. ഇനി പ്രൊഡക്ട്സ് പേജിൽ നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് തിരഞ്ഞെടുത്ത് അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ വേണ്ട എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച് വെരിഫൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അവസാനം ഒന്നുകൂടെ ഫോമൊക്കെ നോക്കി സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് തുറക്കാം, പിന്നെ പലിശ നേടാം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ജനപ്രിയമായ നിക്ഷേപ മാർഗമാണ് പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ. സർക്കാർ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ ഇവ സുരക്ഷിതമാണ്. കൂടാതെ 2023 ഈ സ്കീമുകളുടെ പലിശ നിരക്ക് കൂട്ടിയത് കാരണം നമുക്ക് കൂടുതൽ റിട്ടേൺസ് നേടാനും കഴിയും. പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളിലെ നിക്ഷേപങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണ ഉണ്ടെങ്കിലും വിശദമായി കാര്യങ്ങൾ അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ റിസ്ക് ഉണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. പോസ്റ്റ് ഓഫീസ് സ്കീമുകളിലെ നിലവിലെ പലിശ നിരക്കിൽ നിങ്ങൾ ഹാപ്പിയാണോ, അതോ അത് ഇനിയും കൂടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.